ദുഃഖശനി. ദുഃഖവെള്ളിക്കും ഈസ്റ്ററിനും ഇടയിലുള്ള ഒരു ദിനത്തെയാണ് ദുഃഖശനി എന്ന് നാം വിളിക്കുന്നത്. വിശ്വാസപ്രമാണത്തിൽ നാം ഏറ്റുചൊല്ലുന്നത് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നാണ്. ഇടയിലുള്ള ആ ഒരു ദിനത്തിൽ അവൻ പാതാളങ്ങളിലുള്ളവരോട് സുവിശേഷം പ്രഘോഷിക്കുകയായിരുന്നു എന്ന പാരമ്പര്യ വിശ്വാസമാണ് നാം ഇവിടെ ഏറ്റുചൊല്ലുന്നത്. ആദിമാതാപിതാക്കളുടെ മുൻപിൽ അടയ്ക്കപ്പെട്ട സ്വർഗ കവാടം പാപത്തെ കീഴടക്കി വിജയശ്രീലാളിതനായി ഉയർത്തെഴുന്നേറ്റ യേശുവാണ് വീണ്ടും നമുക്കായി തുറന്നു തരുന്നത്. ലോകത്തിൽ ജീവിച്ച് കടന്നുപോയ നീതിമാന്മാരായ സകല പൂർവ്വപിതാക്കന്മാരും ഒരുമിച്ച് ചേർന്ന് പാടുന്ന ഉത്ഥാന ഗീതമാണ് സീറോ മലബാർ സഭയിലെ കുർബാനയുടെ ആരംഭഭാഗത്ത് നാം പാടുന്ന സർവാധിപനാം കർത്താവേ എന്ന ഗാനം. ദുഃഖശനിയെ നാം നിശബ്ദ ദിനമെന്നാണ് വിളിക്കുന്നതെങ്കിലും യേശുവിനെ സംബന്ധിച്ചിടത്തോളം അത് പാതാളത്തിലെ തിരക്കിട്ട ദിനമായിരുന്നു. മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന വാചകം പലരെയും കുഴപ്പിക്കുന്ന ഒരു സംഖ്യയാണ്. വെള്ളിയാഴ്ച വൈകിട്ട് മരിച്ച യേശു ഞായറാഴ്ച പുലർച്ചെ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ 72 മണിക്കൂറിന് പകരം ഗണിതശാസ്ത്രപ്രകാരം 31-35 മണിക്കൂറേ ആകുന്നുള്ളൂ. എന്നാൽ യഹൂദ പാരമ്പര്യമനുസരിച്ചുള്ള ദിനക്കണക്കാണ് ഈ 3 നാളിൻ്റെ അടിസ്ഥാനം. അവരുടെ കണക്കനുസരിച്ച് വെള്ളിയാഴ്ച ആരംഭിക്കുന്നത് തലേ ദിവസം വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്കാണ്. അവസാനിക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്കും. അതിനർത്ഥം യേശുവിൻ്റെ പെസഹാചരണവും വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് ശേഷം മരണവും വെള്ളിയാഴ്ച 3 മണി നടക്കുന്നത് അവരുടെ ഒരേ നാൾ വെള്ളിയാഴ്ചകളിലാണ്. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സാബത്ത് ആരംഭിക്കുമെന്നതുകൊണ്ടാണല്ലോ സുഗന്ധതൈലം പോലും പൂശാതെ തിരക്കിട്ട് യേശുവിൻ്റെ മൃതശരീരം അത് ആരംഭിക്കുന്നതിന് മുൻപായി അവൻ്റെ സ്നേഹിതർ അരമത്തിയക്കാരൻ ജോസഫിൻ്റെ കല്ലറയിൽ സംസ്കരിക്കുന്നത്. യഹൂദർക്ക് ദൈവം വിശ്രമിച്ച 7-ാം ദിനമായ ശനിയാഴ്ചയാണ് സാബത്ത്. ശനിയാഴ്ച വൈകിട്ട് 6 മണിയോടെ സാബത്ത് അവസാനിച്ചപ്പോൾ പുറത്തു കടന്ന മഗ്ദലേന സംഘം സുഗന്ധദ്രവ്യങ്ങളൊക്കെ സമാഹരിച്ച് അവരുടെ ഞായറാഴ്ച രാത്രി യേശുവിൻ്റെ കല്ലറയിൽ എത്തുമ്പോഴേക്കും യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു. യഹൂദ കണക്കുപ്രകാരം വെള്ളിയാഴ്ച മരിച്ച യേശു ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റു എന്നതാണ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന കണക്കിൻ്റെ ആധാരം. രക്ഷണീയ കർമ്മം പൂർത്തിയാക്കി യേശു മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ഞായറാഴ്ച ഒരു ക്രിസ്ത്യാനിക്ക് ശനിയാഴ്ചയ്ക്ക് പകരം സാബത്ത് ദിനമായി മാറിയതിൻ്റെ സാഹിത്യം ഇതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ പുലരിയും ഒരു പുതിയ ദിനമാണ്, പുതിയ ജനനമാണ്, പുതിയ പ്രതീക്ഷയാണ്. എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉയർത്തെഴുന്നേറ്റ ആ പുലരി ഒരു പുതിയ യുഗത്തിൻ്റെ ആരംഭമാണ്. യേശുവിന് മുമ്പ് BC എന്നും യേശുവിന് ശേഷം AD എന്നും ലോകചരിത്രം അതോടെ വിഭജിക്കപ്പെട്ടു. ഈ പുതിയ യുഗത്തിലെ പുതിയ ജനനത്തെ സൂചിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇന്നേ ദിവസം പുതിയ ജലം വെഞ്ചരിക്കുന്നതും പുതിയ തിരി കത്തിക്കുന്നതും ക്രിസ്തീയ ജീവിതത്തിലേക്ക് കടന്നു വന്ന നമ്മുടെ മാമോദീസ വ്രതം നവീകരിക്കുന്നതും. നാം വീടുകളിൽ ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മുടെ സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും മുറികളുമൊക്കെ പുതുവെള്ളം ഉപയോഗിച്ച് വെഞ്ചരിക്കുന്നതിൻ്റെ ചൈതന്യവും ഇതുതന്നെയാണ്. പാപത്തെയും മരണത്തെയും കീഴടക്കിക്കൊണ്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പിന്തുടർന്ന് നാം നമ്മുടെ പാപജീവിതത്തെ കീഴടക്കി പുതിയ മനുഷ്യനായി ജീവിക്കാനുള്ള ആഹ്വാനമാണ് ദുഃഖശനി ചടങ്ങുകൾ. യേശു നൽകിയ പുതിയ സ്നേഹത്തിൻ്റെ പ്രമാണം ഇന്നേ ദിവസം നാം ഏറ്റുചൊല്ലുന്നതും നമ്മുടെ നവീകരണത്തെ ഓർമ്മപ്പെടുത്തുന്ന അർത്ഥവത്തായ ചടങ്ങാണ്. 50 ദിവസം നീണ്ടുനിന്ന നോമ്പിലൂടെയും പരിത്യാഗ പ്രവൃത്തികളിലൂടെയും നല്ല കുമ്പസാരത്തിലൂടെയും നാം ആർജിച്ചെടുത്ത നവജീവിതം പരിശുദ്ധാത്മ നിറവാൽ തുടർന്നും ജീവിക്കുമ്പോഴാണ് ഈസ്റ്റർ നമ്മുടെ ജീവിതത്തിൽ